ഒരു കാര്യം വ്യക്തമാണ്, ഈ സ്ഥലത്തിൻ്റെ ഒരു സങ്കീർണതയാണ് ഇത്ര രൂക്ഷമായ ഒരു പ്രതിസന്ധിയായി ഈ രക്ഷാദൗത്യം മാറുന്നതിന് കാരണം. അല്പസമയം മുമ്പ് മേയറുടെ വാക്കുകളിലടക്കം അതുണ്ട്. ഈ കനാലും ആ കനാലിന് പുറമേയുമുള്ള ഡൈവേർഷൻസിനും ഒക്കെ കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ ഒരു പൊതുചിത്രം? രക്ഷാപ്രവർത്തനം എന്തുകൊണ്ട് ദുഷ്കരമാകുന്നു? ഷംന ഇക്കാര്യം വിശദീകരിക്കും. ഇതാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും KSRTC സ്റ്റാൻഡും. ഇതിൽ 1, 2, 3, 4 പ്ലാറ്റ്ഫോമുകളാണ് ഇത് റെയിൽവേ സ്റ്റേഷന്റെ. ഈ ബസ് സ്റ്റാൻഡിന് സമീപത്ത് കൂടി ഇവിടെ കോഫി ഹൗസ് ഉണ്ട്. ഇതിന് സമീപത്ത് കൂടിയാണ് ആമയഴഞ്ചാൻ തോട് കടന്നു പോകുന്നത്. മൊത്തം 150 മീറ്റർ ആണ് ഉള്ളത്. ഇതിൽ തന്നെ ഈ ബസ് സ്റ്റാൻഡിനും കോഫി ഹൗസിനും ഒക്കെ സമീപത്ത് കൂടി വന്ന് റെയിൽവേ സ്റ്റേഷനുള്ളിലൂടെയാണ് ഈ തോട് കടന്നു പോകുന്നത്. ഇന്നലെ ജോയി ഇറങ്ങിയത് ഈ പ്രദേശത്താണ്. ഇവിടെ ഇറങ്ങി ജോയിയെ കാണാതാകുന്നു. അതിനുശേഷം ഇന്നലെ ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷന് പിൻവശത്തുള്ള മാൻഹോളിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇപ്പോൾ പരിശോധന നടത്തുന്നത് 3, 4 പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള മാൻഹോളിനകത്താണ് ഇന്ന് പരിശോധന നടത്തുന്നത്. അതിൽ തന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലൂടെ ഒക്കെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നതും. എന്തായാലും ഇന്ന് ഈ 150 മീറ്ററുള്ള ഈ ആമയഴഞ്ചാൻ തോടിന് 3, 4 റെയിൽവേ സ്റ്റേഷന്റെ 3, 4 പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള മാൻഹോളിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. സജിത്, യെസ്, അതാണ് സാഹചര്യം. ഒപ്പം ഷംന, ഒരു കാര്യം കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഈ സ്ഥലം, അതിൻ്റെ ഒരു സങ്കീർണത എത്രയാണ്? ഈ 150 മീറ്റർ അതിനിടയിൽ നടത്തുന്ന പരിശോധനയായിരിക്കാം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത്, അല്ലേ? തീർച്ചയായും. കാരണം ഈ ഒരു തോടെന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലൂടെ ഒക്കെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും സങ്കീർണമാക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കുള്ള മാൻഹോളുകൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തുള്ള മാൻഹോളിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. ഇന്നിപ്പോൾ ഇവിടെയാണ് 3, 4 പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള മാൻഹോളിലാണ് പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദുഷ്കരമാവുന്നതും. നേരെ നീണ്ട ഒരു തോടോ അല്ലെങ്കിൽ ഉള്ളിൽ കർവുകളൊന്നും ഇല്ലാത്ത ഒരു തോടൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ദുഷ്കരമാവുന്നതും. നേരത്തെ മേയർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കർവുകളും ഇടയിൽ മാൻഹോളുകളൊക്കെ ഉള്ളത് കൊണ്ട് ദുഷ്കരമാക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനം. അതാണ് സാഹചര്യം.